ഓരോ യാത്രകളും അത് എങ്ങോട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും തരിക, തിരിച്ചറിവുകളായിരിക്കും കിട്ടുക. അങ്ങനെയുള്ളൊരു യാത്രയാണ് നമ്മുടെ ഹംപി യാത്ര. നമ്മളെയും കൊണ്ട് ഹംപിയുടെ പല കാഴ്ചകളിലോട്ടും ഇങ്ങനെ ഓട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ വശങ്ങളിലായിട്ട് ചെറുതും വലുതുമായി ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം. എല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ്. ഓരോന്നായി അവരത് റിനോവേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ഷേത്രത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മളങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു ക്ഷേത്രം കാണാൻ പോകണം. ഇവിടെ പാറകളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ആരൊക്കെയോ എടുത്ത് അടുക്കി വെച്ചതുപോലെയാണ് പാറക്കഷ്ണങ്ങൾ കാണുന്നത്. ഓരോ ഉരുളൻ കല്ലുകൾ ഇങ്ങനെ മാറ്റിയിട്ട പോലെ. അത് വെറും ഒരു തോന്നലല്ല കേട്ടോ, ശരിക്കും അങ്ങനെ നടന്നാണ്. പുരാണത്തിലും അതുപോലെ തന്നെ ചരിത്രാതീതപരമായ പഠനങ്ങളിലെല്ലാം തന്നെ തെളിയിച്ചത് ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നും നമ്മൾ പുരാണങ്ങളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നും തെളിയിക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് അവിടെ കാണുന്നത്. വെൽക്കം ടു ദ ഹംപി സീരീസ്. നമ്മളങ്ങനെ വിജയ് വിദ്യാലയ ക്ഷേത്രത്തിൻ്റെ സമുച്ചയത്തിലോട്ട് കടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ ഗേറ്റ് ഉണ്ടല്ലോ, അതായത് എൻട്രൻസ് ഗോപുരമാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് വിജയ് വിദ്യാലയ ക്ഷേത്രത്തിൻ്റെ സമുച്ചയത്തിലോട്ടുള്ള ഗ്രാമത്തിലോട്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗ്രാമമാണ്. ഇപ്പോൾ അതെല്ലാം പോയിട്ട് ക്ഷേത്രം മാത്രമാണ് നിലനിൽക്കുന്നത്. കുറച്ചധികം കൃഷികളും ഉണ്ട്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്ത് എത്തിയിരിക്കണം. ഇവിടെ നിന്ന് മുകളിലോട്ട് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് വരുന്നവർ വാഹനങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പേര് ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് വന്നത്. ഓട്ടോയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ക്ഷേത്രം കാണാനായിട്ട് ഇവിടെ പോകുന്ന ബാറ്ററി കാറുകളുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു ബസ്സുകളാണ്. അതിൽ ഒരാൾക്ക് 30 രൂപയാണ് പോകാനും വരാനുമായിട്ടുള്ള ചാർജ്. അപ്പം ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അതിലോ കയറി യാത്ര തുടങ്ങാൻ കേട്ടോ. ഒരു ചേച്ചിയാണ് ഓടിക്കുന്നത്. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം എൻട്രൻസിൽ നിന്ന് ഈ ക്ഷേത്രത്തിലെത്താൻ. നമ്മൾ വരുന്നത് കാലത്ത് നേരത്തെയോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആണെങ്കിൽ നടന്നു ചെല്ലാവുന്ന ദൂരമേ ഉള്ളൂ. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും കുറേ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന മാർക്കറ്റുകളുടെ ഒരു ചരിത്ര ശേഷിപ്പ് എന്ന് പറയാം. അങ്ങനെയുള്ള പഴയ ബിൽഡിങ്സിൻ്റെ എല്ലാം ശേഷിപ്പുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഏതാണ്ട് 1-1.5 കിലോമീറ്ററോളം നീണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് തന്നെയാണ്. 2 സൈഡിലായിട്ട് ക്ഷേത്രങ്ങളും അങ്ങനെ സമുച്ചയങ്ങളൊക്കെ കടന്ന് നമ്മളങ്ങനെ വിജയ വിദ്യാലയ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുന്നത്. കാണുന്നതാണ് അഞ്ജനാദ്രി ഹിൽസ്. ആ കാണുന്നതാണ് ഹനുമാൻ ജനിച്ച സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ മലയാണ് അഞ്ജനാദ്രി ഹിൽസിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. വിഷ്ണു ഭഗവാന്റെ അവതാര മൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. ആ ക്ഷേത്രം കാണാനും ക്ഷേത്രത്തിൻ്റെ ഐക്കണിക് കാഴ്ചകളായ ഈ കാണുന്ന കൽരഥവും എല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പൂർണ്ണമായും കരിങ്കല്ല്, ഗ്രാനൈറ്റ് പോലെയുള്ള പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ ഇഷ്ടികകളും കൊണ്ടുണ്ടാക്കിയതാണ് ഈ 15-ാം നൂറ്റാണ്ടിലെ ക്ഷേത്രം. ക്ഷേത്ര ഗോപുരം പൂർണ്ണമായും നശിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്നാലും മോൾ വശമെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ കറൻസി നോട്ടുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ രഥം വരുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഐക്കണിക് ആയിരിക്കണം ഈ രഥം. അതുകൊണ്ടാണ് നമ്മുടെ 50 രൂപ നോട്ടിൽ അങ്ങനെ വന്നത്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയുടെ കാഴ്ചകളും അതുപോലെ തൂണിൻ്റെ ഒരു കാഴ്ചകളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്ഷേത്രം അന്ന് എത്ര പ്രൗഢി ഗംഭീരമായ ക്ഷേത്രമായിരുന്നു. ഇന്നും അതുപോലെ തന്നെ ആ പ്രൗഢി നിലനിർത്തി വരുന്നുണ്ട്. സീലിങ്ങുകളിലെ കൊത്തുപണികളും അതെല്ലാം പാറയിൽ ഉളി കൊണ്ടുണ്ടാക്കി കൊത്തുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നാം. ഇന്നത് ഒരിക്കലും സാധ്യമാകില്ല. ഒരു പക്ഷേ ചെറിയ ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് പണച്ചെലവും ഉണ്ടാവും. ഇന്ന് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് തന്നെ പറയാം. സീലിങ്ങുകളിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ ലിഖിതങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് താഴത്ത് വെച്ച് ഉണ്ടാക്കിയിട്ട് മേലെ ഇൻ്റർലോക്കിംഗ് രീതിയിൽ പിടിപ്പിച്ചതാവണം. എന്നാൽ സിമെൻറ്റോ വേറൊന്നും ചേർത്തിയിട്ടുമില്ല. ഒരു പക്ഷേ സിമെൻറ്റിന് പകരം യൂസ് ചെയ്ത എന്തെങ്കിലും മെറ്റീരിയൽ അന്നുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇത്രയും കാലപ്പഴക്കം ചെന്നിട്ടും ഇതിങ്ങനെ നിലനിൽക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വേറെ ഒരു വശത്തുള്ള ഉപക്ഷേത്രമാണ് ഈ കാണുന്നത്. നേരെ കാണുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ വെച്ചിരുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൽ 56 മ്യൂസിക്കൽ പില്ലേഴ്സ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം മ്യൂസിക് പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം കല്ലുകളാണ് അന്നുണ്ടായിരുന്നത്. സുൽത്താൻമാരുമായിട്ടുണ്ടായ തളിക്കോട്ട യുദ്ധത്തിലാണ് ഹംപി നഗരം പൂർണ്ണമായി നശിച്ച് എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെയാണ് പഠനങ്ങളിൽ കാണുന്നത്. ക്ഷേത്രത്തിലെ മുഴുവൻ സമ്പാദ്യം കൊള്ളയടിക്കുകയും ക്ഷേത്രം നശിപ്പിക്കുകയും ക്ഷേത്രവുമായി ചുറ്റുപറ്റി നടന്നിരുന്ന എല്ലാവരെയും വധിക്കുകയും സോൾജേഴ്സിനെ കൊല്ലുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് അവർ പോയിട്ടുണ്ടായിരുന്നത്. ക്ഷേത്രത്തിൻ്റെ വിസ്തീർണം കൃത്യമായി പറയാൻ പറ്റില്ല. എങ്കിലും ഏക്കർ കണക്കിനാണ് ഇതിലുള്ളത്. നിലത്താകട്ടെ കരിങ്കല്ലിൻ്റെ ടൈൽസാണ് പതിച്ചിരിക്കുന്നത്. അന്ന് കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ടൈലിംഗ് രീതി അതുപോലെ തന്നെ വാസ്തുവിദ്യ പ്രകാരമുള്ള ക്ഷേത്രവുമാണ്. പ്രധാന ക്ഷേത്രവും ഉപക്ഷേത്രവും എല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. അതിലുള്ള വിഗ്രഹങ്ങളും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ചുറ്റിലുമായി നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റും. ചുറ്റിലുമായിട്ട് തന്നെ കരിങ്കൽ മതിലുകളും കാണാം.
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അരളിപ്പൂവിൻ്റെ ചെടിയാണ് ഇവിടെ കാണുന്നത്. ഇതിനും ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടെന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡന് വേണ്ടിയിട്ടാണ് ഈ കൽരഥം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ പൂർണ്ണമായും ഫങ്ഷണലായ രഥമായിരിക്കണം ഇതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇപ്പോഴും നമുക്കതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. രഥത്തിൻ്റെ ഓരോ ചക്രങ്ങളും നമുക്ക് ഇതിനെ കറക്കാൻ പറ്റുമായിരുന്നു. നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകൾ വന്ന് അത് കറക്കി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത് റിനോവേഷൻ സമയത്ത് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കല്ലുകൊണ്ടുള്ള പ്ലാറ്റ്ഫോമിൽ ആ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്കിന്ന് വ്യക്തമായി കാണാൻ പറ്റും. ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയാൽ പബ്ലിക് ഓഡിയൻസിനായിട്ടുള്ള ഒരു ശാല കാണാം. അവിടെയാണ് കിങ്സ് പാലസ് ഉള്ളത്. പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അതുപോലെ തന്നെ ഉത്സവ ദിവസങ്ങളിലെല്ലാം തന്നെ രാജാക്കന്മാർ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും കിങ്സ് പാലസ്, അതായത് ത്രാസ് ഉണ്ട്, അവിടെ വന്നിട്ട് സ്വർണവും നാണയവും എല്ലാം തന്നെ തൂക്കി ജനങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു. അത്രയും സമ്പന്നമായിരുന്നു അന്ന്. ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വരുന്ന വഴിക്ക് തന്നെ ഭോജനശാല കാണാം. 100 കണക്കിന് പടയാളികൾക്കും അതുപോലെ തന്നെ വിദേശികർക്കും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഭോജനശാല, അതായത് ലോങ് ഡൈനിങ് ടേബിൾ. ഗ്രാനൈറ്റ് പ്ലേറ്റും കറി പാത്രങ്ങളുടെയും രൂപത്തിൽ കൊത്തിവെച്ചതും നടുക്കൂടെ ഒരു വെള്ളം പോകാനുള്ള ചാൽ രീതിയിലാണ് ഭോജനശാലകൾ. 2 വശങ്ങളിലായിട്ടും ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്രമാത്രം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഇങ്ങനെ അറിയുന്നത്. ഒരുപാട് അറിവുകളാണ് നമുക്ക് കിട്ടിയത്. ഇതൊക്കെ ഓപ്പൺ പുസ്തകമാണ്. ഇതെല്ലാം സ്കൂളുകളിലെല്ലാം കിട്ടാത്ത അറിവുകളാണ്. തീർച്ചയായും ഹംപി സന്ദർശിക്കുക. അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം.